Hi guys, welcome back to Akshaya's channel. YouTube channel. Hi guys, I am Akshaya, final year medical student in Russia. അപ്പോൾ ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായെന്നൊന്നും എനിക്കറിയില്ല, എവിടേക്കോ എന്തൊക്കെയോ കയ്യിൽ നിന്ന് പോയി. എന്നാലും കുഴപ്പമില്ല, കണ്ടാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി കാണിച്ചു തരാം. ക്ലാസ്സൊന്നും കാണിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഉള്ളിൽ ഷൂട്ടിങ്ങിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയ റൂൾസ് ഒക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ അവിടെ പോയിട്ട് സീബ്ര ക്രോസിങ്ങിൽ ക്രോസ് ചെയ്യും. യൂണിവേഴ്സിറ്റി ഷോ അവർ യൂണിവേഴ്സിറ്റി ഇറ്റ്സ് ഓട്ടം. എന്നിട്ട് മഴ പെയ്തിട്ട് നല്ല രസം കാണാൻ സ്ട്രീറ്റ് ഒക്കെ. അങ്ങോട്ട് നോക്ക്, ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. നല്ല ചെറിയ തണുപ്പുണ്ട്, ഒരു മോയിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോളേജിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാം. കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ മറ്റേ ബോംബുണ്ടോയെന്നൊക്കെ നോക്കുന്ന സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ഐ ഡി ഇടണം, എന്നാലേ നമുക്ക് അറ്റൻഡൻസ് കിട്ടുള്ളൂ. ചിലവർ ഫേസ് ഐ ഡി ഇട്ടിട്ട് പുറത്തുകൂടെ ഇറങ്ങി പോകും. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവർ 2 പ്രാവശ്യം അറ്റൻഡൻസ് ചെക്ക് ചെയ്യും, ക്ലാസ്സിൻ്റെ ഉള്ളിലും ചെക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ ക്ലാസ്സിനകത്തോട്ട് പോകാൻ പോവുകയാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നവരാത്രിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾ വേറെ ബ്ലോക്കിൽ വന്നതാണ് പ്രാക്ടീസിന്. അപ്പോൾ പ്രാക്ടീസിന് കുറച്ച് ഷോർട്സ് കാണിച്ചു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പാല് മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പൊക്കെ കാണിച്ചു തരാം. ഇവിടെ പെത്രോച്ക എന്ന് പറയും, പിന്നെ മാഗ്നറ്റ് എന്ന് പറയും. അങ്ങനെ 2 ഫ്രാഞ്ചൈസാണ് ഉള്ളത്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്സാണ്. അപ്പോൾ അവിടെ പെത്രോച്കയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന അതാണ് പെത്രോച്ക. നമുക്ക് പാല് മാത്രം എടുത്താൽ മതി, അതുകൊണ്ട് വേറെ ഒന്നും നോക്കുന്നില്ല. ഡയറക്റ്റ് പാലിലോട്ട് പോകാം. For 74 rubles is there in my card. Anything? I have only 30 rubles. Please, 30 rubles Akshaya while going to think of. ഇത് കണ്ടോ, ഈ റാക്ക് കംപ്ലീറ്റ് ബോട്ടിൽസ് ആണ്. എൻ്റെ ഒരു വലിയ കൾച്ചറൽ ഷോക്കായിരുന്നു. നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വരെ ആൽക്കഹോൾ ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ്. ഇവിടെ നമുക്ക് സെൽഫ് ബില്ലിംഗ് ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ബില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മൾ പുറത്തോട്ട് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇനി നേരെ നമ്മൾ റൂമിലോട്ട് പോണെയാണ്. ആ കാണുന്നതാണ് വൈൽഡ് ബെറീസ്. അതൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും ഇവിടെ വരും, നമുക്കത് മതി. നോ ഇംഗ്ലീഷ്, ഓൺലി മലയാളം. Run. Never do this. Dancing like monkey. There are cherries. Cherries? You can eat? Yeah, if we want we can eat, but Eat. we will not eat. I don't like cherries that much, so. Hi guys, അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണതാണ്. ബിക്കോസ് നമ്മൾക്ക് ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമുക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാം. ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമാണ്. കാരണം രണ്ടാഴ്ച മുമ്പ് ഭയങ്കര സൺലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ഭയങ്കര തണുപ്പും ചെറിയൊരു തണുപ്പൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫ്ലൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഐ ഓൾസോ ഗോട്ട് ഇട്ടിട്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഒറിജിനൽ സൗണ്ട് ഇങ്ങനെയല്ല. And that red building is Akshaya's home, guys. And her door is also open always. Only once it was closed. For your kind information. ആക്ച്വലി റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ ലോസ്റ്റ് ചെയ്തു. അങ്ങനെ കീ തിരിച്ച് കിട്ടി ഇന്ന് രാവിലെ. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ലോക്ക്ഡ് ബിക്കോസ്
ലിറ്ററലി ഫോർഗെറ്റ്. എല്ലാ ദിവസവും ഞങ്ങൾ ലോക്ക് ചെയ്യാൻ മറന്നു. പക്ഷെ അങ്ങനെ വെച്ചിട്ട് ഇന്നേ വരെ ഞങ്ങൾ ആരും വന്ന് വീട് എടുത്തിട്ട് പോകുമെന്ന് സംഭവിച്ചിട്ടില്ല ഇതുവരെ. മീൻസ് കാരണം ഇവിടെ ഭയങ്കര സേഫാണ്. നമ്മളിപ്പോൾ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോയാലും നോ വൺ ഈസ് ഗോണ ടേക്ക്. 5th ഫ്ലോറിലാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സിലൊന്നും നമുക്ക് ലിഫ്റ്റൊന്നും ഉണ്ടാവില്ല. മീൻസ് ഇപ്പോൾ ഫ്ലോർ ഒരു 5th വരെ ഉള്ളെങ്കിൽ മാക്സിമം നമുക്ക് മീൻസ് വാക്ക് ചെയ്ത് തന്നെ കയറണം. അങ്ങനെ ലിഫ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മോർ ദാൻ 5 ഫ്ലോർസ് ഉണ്ടെങ്കിൽ എന്തായാലും ലിഫ്റ്റ് ഉണ്ടാകും. ഇവിടുത്തെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു, ഈവൻ യൂറോപ്പ്. സോ എഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നപ്പോൾ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. വേറൊന്നും കൊണ്ടല്ല എൻ്റെ സ്റ്റോറേജ് തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡോർ ഇടയ്ക്ക് ലോക്ക് ചെയ്യാറില്ല, കാരണം ഞങ്ങൾ മറന്നു പോകും. പക്ഷെ അങ്ങനെ വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല രീതിയിൽ കൂടുതലാണെന്നല്ലേ പറയണേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ വ്ളോഗ് ചെയ്തത്. റഷ്യയിൽ ആക്ച്വലി നേരത്തെ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒക്കെ കുറച്ച് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ കുറേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു 2nd 3rd ഇയർ ആയപ്പോഴേക്കും ദിവാലി ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങളുടെ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഫൈനൽ ഇയറിൽ എന്തായാലും നമ്മൾ ഡാൻസ് കളിക്കാതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ വെച്ചാൽ നവരാത്രിക്ക് ഡാൻസ് കളിക്കാം, ദിവാലി ഫംഗ്ഷന് ഡാൻസ് ഒന്നും കളിക്കുന്നത് നമ്മൾ നല്ല ഭംഗിയിലൊക്കെ ചെന്ന് അവിടെ ചുമ്മാ ഷോ ഒക്കെ കാണിച്ചിരിക്കാന്ന് വെച്ചാൽ. അതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നവരാത്രി ആയിട്ട് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 9 days. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ അവരൊക്കെ ഇത് ഭയങ്കര കാര്യമായിട്ട്, മീൻസ് നവരാത്രിയൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. നമ്മൾ മലയാളികൾക്ക് അത്ര വലിയ, നമ്മളാകെ ബുക്ക് പൂജയ്ക്ക് വയ്ക്കാൻ ക്ലാസ് ഉണ്ടാവില്ല, പഠിക്കേണ്ട ആ ഒരു സംഭവം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മൊത്തം നവരാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞാനിപ്പോൾ 6 years ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കൂടുതലും കർണാടക, ഹൈദരാബാദ് ആണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കുറേ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ വർഷം അവരുടെ അടുത്തുനിന്ന് ഒരു പുതിയ കാര്യമായിട്ട് പഠിച്ചിട്ട് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ ലൈഫിൽ, അല്ലെ? കുറച്ച് ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് വേണം. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിക്കൂടാ. 9 days എന്തായാലും നവരാത്രി, അവരെപ്പോഴും എല്ലാ വർഷവും നവരാത്രി ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ചെയ്യാം. അങ്ങനെ ഞാനും 9 days ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് എല്ലാ ദിവസവും രാവിലെ പൂജയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ ചെറിയൊരു പൂജ സെറ്റിംഗ് കാണിച്ചു തരാം. സ്മോൾ പൂജ റൂം. ദാറ്റ്സ് ഇറ്റ്. കാണാം. കാണാം. ബൈ ബൈ. ബൈ.